ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ബിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. ഇടയ്ക്ക് നടിയിൽ കാണിക്കൂ, ഇടയ്ക്ക് വിളവെടുപ്പ് കാണിക്കൂ, ഇടയ്ക്ക് പൂക്കളെ കാണിക്കൂ. ഇന്ന് ഞാൻ നടിയിലാണ് വരുന്നത്. കുറേ ഞാൻ പച്ചക്കറി നട്ടതാ. ഇന്ന് നടുന്നത് പച്ചക്കറി എന്ന് പറഞ്ഞുകൂടതാ ഇഞ്ചിയാ. ഇഞ്ചി ഇന്ന് ഇഞ്ചി നടട്ടെ എന്ന് വിചാരിച്ചു. ഈ ഇഞ്ചി ഇല്ലേ, നമ്മളെ മുറ്റത്ത് ഒരു ഇഞ്ചിൻ്റെ ഒരു ഗ്രോ ബാഗ് ഒരു ഇഞ്ചെങ്കിലും വേണം. കാരണം ഇഞ്ചിൻ്റെ ഉപയോഗം നിത്യവും ഇഞ്ചിൻ്റെ ഉപയോഗമുണ്ട്. നമുക്ക് ഒരു ചിക്കൻ വെക്കണമെങ്കിൽ, മീൻ വെക്കണമെങ്കിൽ, നമുക്ക് ബിരിയാണി വെക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ഇഞ്ചി വേണം. ഇഞ്ചിയാണല്ലോ ഇപ്പോൾ രുചിയും മണവും ഒക്കെ കിട്ടുന്ന ഇഞ്ചിയാണല്ലോ. അപ്പോൾ നമുക്ക് തോട്ടത്തിൽ എല്ലാവരും ഞാൻ പോട്ടിൽ ഒരു ഇഞ്ചി നട്ടിട്ടുണ്ട്. ആ നട്ടിട്ട് കുറച്ചായി വലിപ്പം വെച്ച്. ഇത് പിന്നെ ഞാൻ കുറച്ച് പറിച്ചിങ്ങോട്ട് എടുത്തതാ തോട്ടത്തിൽ പോയിട്ട്. ഞാൻ സാധാരണ ഞാൻ നട്ടത് മുഴുവനും ഗ്രോ ബാഗ് എന്താണെന്ന് വെച്ചാൽ സിമെൻറ്റിൻ്റെ ചാക്ക. അപ്പം സിമെൻറ്റിൻ്റെ ചാക്കിൻ്റെ ഉപയോഗം ഞാൻ ഒന്ന് കുറച്ചു. കാരണം എന്താ പറയുക, ഇത് കുറച്ച് ലാഭത്തിന് കിട്ടി എനിക്ക്. പിന്നെ കാണാനൊരു മൊഞ്ചല്ലത്. കൃഷിക്ക് കുറേ കൃഷിൻ്റെ എഴുത്തും വെച്ചിട്ട് നല്ലൊരു ഗ്രോ ബാഗ്. അപ്പം ഞാൻ ഇത് കുറേ കിട്ടിയ കൊണ്ട് ഇതിൽ നടാമെന്ന് വിചാരിച്ചു. ഇവരെ മുറ്റത്താണ് വെക്കുന്നത്. മുറ്റത്ത് വെക്കുമ്പോൾ നമുക്ക് ഒരു വൃത്തിയൊക്കെ വേണം, വെയിൽ വേണം. ഇഞ്ചിക്ക് നിർബന്ധമായിട്ട് വെയിൽ വേണം. ഇപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ ഗ്രോ ബാഗിൻ്റെ അടിയിൽ സാധാരണ നടുമ്പോൾ തന്നെ ഫസ്റ്റിൽ ചകിരി ഇടട്ടെ കേട്ടോ. ഞാൻ ഫസ്റ്റിൽ തന്നെ ചകിരി ഇടുക. ഞാൻ ചകിരി ഇതുവരെ ഉപയോഗിച്ചിട്ട് ബെഡ് പൊളിച്ചിട്ട് ഞാൻ പൂച്ചെടിക്കൊക്കെ നല്ല പൂച്ചട്ടിയിലൊക്കെ പിന്നെ ബെഡ് പൊളിച്ച ചകിരി എടുക്കാമെന്ന് വിചാരിച്ച്. ഇത് പിന്നെ തോട്ടത്ത് വെക്കുന്നതല്ലേ, മുറ്റത്തായാലും ഒരു തോട്ടം തന്നെയാണ് സൈഡിൽ. അപ്പോൾ അതിൽ ഞാൻ വിചാരിച്ചു തേങ്ങ പൊളിച്ച ഇത് മതി. പക്ഷേ വെക്കൽ നിർബന്ധം കേട്ടോ. ഏതായാലും അടിയിൽ വെക്കൽ നിർബന്ധം. അല്ലെങ്കിൽ നമ്മളെ പോട്ടി മിക്സ് ഇല്ലേ, അത് ഒലിച്ച് പോകണേയും കുഴപ്പമില്ലായിരുന്നു. ഹോൾസ് അങ്ങ് അടഞ്ഞു പോകും. ഹോൾസ് അടഞ്ഞാൽ നമ്മൾ ഇഞ്ചി നട്ടിട്ട് ഇഞ്ചിൻ്റെ വേരൊക്കെ ചീഞ്ഞു പോകും, വെള്ളം കെട്ടി നിന്നാൽ. അപ്പം ചകിരി നിർബന്ധം എന്തെങ്കിലും ഒന്ന് ഹോൾസ് അടയാണ്ടെക്കാനും. പിന്നെ ഇത് കുറേയൊക്കെ ഈർപ്പം പിടിച്ച് നിൽക്കും മഴ ഇല്ലാത്ത സമയത്ത്. ഇപ്പോൾ ഇവിടെ നല്ല മഴ. ഞങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഇവിടെ നല്ല മഴ. പിന്നെ രോഗവും നിപ്പാന്ന് പറഞ്ഞ് അങ്ങനെ ഓരോന്ന് ഷിഗില്ല അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് പേടി. അവിടെ ബത്തേരി ഭാഗമൊക്കെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഷിഗല്ല, കോഴിക്കോട് നിപ്പ. പഠിച്ചോ നമ്മളെ കാക്കട്ടെ അല്ലേ. ഞാൻ ചകിരി ഇട്ടു. ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ. ഫസ്റ്റ് ചകിരി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണിടുക. മണ്ണൊക്കെ നനഞ്ഞു കേട്ടോ. ഞാൻ ടിപ്പറിൽ ഇറക്കിയത്. എനിക്ക് മണ്ണ് ഇവിടെ കുറവാണ്, തോട്ടത്തിൽ പോകണം എന്നാലേ കിട്ടുള്ളൂ. അപ്പം ഞാൻ ടിപ്പറിലങ്ങ് ഇറക്കിയോണ്ട് എനിക്ക് ഇഷ്ടത്തിന് മണ്ണെടുത്തിട്ട് കൃഷി ചെയ്യാമല്ലോ. ആദ്യം കുറച്ച് മണ്ണിട്ടിട്ട് അങ്ങോട്ട്, പിന്നെ അതിൻ്റെ മേലെ നമുക്ക് പോട്ടി മിക്സൊക്കെ ഇടാം. ഇത് ഇടുമ്പോൾ തന്നെ ഒന്ന് ലെവൽ ചെയ്താൽ നമ്മളെ ഗ്രോ ബാഗ് ലെവലിൽ നിൽക്കും. കാണുമ്പോൾ ഒരു മൊഞ്ചി വേണമല്ലോ ഇത്. മണ്ണ് നനഞ്ഞിട്ട് കുറച്ച് വെയിറ്റാണ്. ഇനി ഞാൻ ഇടാൻ പോകുന്നത് കരിയിലാണ് സാധാരണ ഇടൽ. ഇന്ന് അതിനേക്കാളും കുറച്ചും കൂടെ ഉഷാറ് കൂടിയതാ. ഏതാ അറിയോ? ചീമക്കൊന്നൻ്റെ ഇല. ചീമക്കൊന്നൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നല്ലൊരു ജൈവവളമാണ്, കൂട്ടത്ത് നല്ലൊരു കീടനാശിനിയും കൂടിയാണ്. അതുകൊണ്ട് നമ്മളെ ഇഞ്ചില്ലേ കേട് വരില്ല. നട്ടാൽ ഇഞ്ചിക്ക് ഏറ്റവും നല്ലതാണ് ഈ ചീമക്കൊന്ന. പിന്നെ നമ്മൾ ഇഞ്ചി നട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്ക് ഒരു മഞ്ഞളിപ്പ്, ഒരു ചീച്ചിൽ ഒന്നിന് പിടിച്ചാൽ പിന്നെ തുരുതുരാ എല്ലാത്തിനും പിടിക്കും. ഈ തണ്ട് ചീയൽ അങ്ങനെ പല രോഗവുമില്ലേ, അതൊക്കെ തടയും നമ്മൾ ഈ ചീമക്കൊന്ന അങ്ങ് ഇട്ടാൽ. ചീമക്കൊന്ന നമ്മളൊന്ന് വെട്ടിയെടുത്താൽ ആ പിന്നെ തടി, ആ മദർ പ്ലാന്റ് നന്നായിട്ട് ശാഖ ഉണ്ടാവും. കാരണം മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് ഞാൻ ഇത് നടുമ്പോൾ പറയാം കേട്ടോ, ഒരു വിധം തണ്ട് മുളച്ച് നടുന്നൊക്കെ മഴക്കാലത്ത് സൂപ്പറാണ്. അതിൽ നമ്പർ 1 നമ്മളെ ബോഗൺവില്ല. ഇനിയും നടാത്തവരുണ്ടെങ്കിൽ നടണേ. അടുത്ത വീട്ടിൽ, നിങ്ങളടുത്തില്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഏതെങ്കിലും ബോഗൺവില്ല ചെടി ഉണ്ടെങ്കിൽ അതൊരു കമ്പ് ചോദിച്ചാൽ മതി. അവർക്കും അത് വെട്ടുന്നത് നല്ലതാണ്, ശാഖ ഉണ്ടായിക്കോളും നല്ലോണം. അപ്പോൾ ഞാൻ അതിൻ്റെ അടുക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, പൂച്ചെടി ഒന്ന്. ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ.
രണ്ടിലും ഒന്നിച്ചയാ. ഈ പാനീയത്തിലും നമ്മൾ ഇഞ്ചി വെള്ളം, ഇഞ്ചി തൈര് ഒക്കെ അതിപ്പോൾ വീട്ടിലെ പല ആവശ്യത്തിനും ഇല്ലേ. ഔഷധം എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഇല്ലേ. വയറുവേദന, ദഹനക്കേട്, പിന്നെ കഫം, പനി, കഫക്കെട്ട്, ജലദോഷം, അതിനൊക്കെ നമുക്ക് ഇഞ്ചി ആവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ ഉണ്ടെങ്കിൽ സമയത്ത് നമ്മളെ മുറ്റത്ത് തന്നെ വേണമല്ലോ. ഇതൊന്നും വ്യാവസായിക അടിസ്ഥാനത്തിലല്ല, ഇതൊക്കെ നമുക്ക് പിന്നെ വീട്ടാവശ്യത്തിനുള്ളതാണ്. വിപണി വിൽപ്പനയ്ക്കുള്ളതല്ല. പിന്നെ ഈ ഇഞ്ചി പോലെ തന്നെ നമുക്ക് നിർബന്ധം ഒന്നാണ് നമ്മളെ മുറ്റത്ത് തന്നെ ഒരു കറിവേപ്പില, പുതിന, പിന്നെ ഇഞ്ചി. അതുപോലെ പുട്ടൊക്കെ ചുടുമ്പോൾ രമ്പയിലുണ്ട് നല്ല സ്മെല്ലുള്ള അത്. മല്ലിച്ചപ്പ് പിന്നെ എൻ്റെ ആഫ്രിക്ക മല്ലിച്ചപ്പാട്ടോ. അതൊക്കെ മഴക്കാലത്ത് ഉണ്ടാകുന്നുണ്ട് എൻ്റെ അമ്മോ. അതൊന്നുണ്ടായാൽ മതി, തോട്ടം നിറയും. പക്ഷേ അതും നമ്മൾ എടുക്കും. മണ്ണിട്ട് അതൊന്നേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ ചീമക്കൊന്നിയൊക്കെ ഇട്ട് മണ്ണിട്ട് കഴിഞ്ഞാൽ മണ്ണ് നല്ല സോഫ്റ്റാവും. പാറ പോലെ ഉറക്കൂല. പാറ പോലെ ഉറച്ചില്ലെങ്കിൽ വേരുകൾക്ക് നെട്ടോട്ടോടിയിട്ട് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് ചെടിക്ക് കൊടുക്കുക. അതിന് ഫസ്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചപ്പിട്ട് കൊടുക്കുന്നത്. ഞാൻ കരിയില വാരാൻ പോയിട്ടില്ല, മഴ ആയതുകൊണ്ട് കൊണ്ടച്ചൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ ചീമക്കൊന്ന് എടുത്തു. എൻ്റെ കരിയില കമ്പോസ്റ്റ് ഉണ്ട്, അതും ഞാൻ ഇടുന്നുണ്ട്. ഇതൊക്കെ ചാക്കിൽ നിറച്ച് വെക്കലാണ് ഞാൻ. എനിക്ക് ആവശ്യം വരുമ്പോൾ ഇങ്ങനെ നടാലോ, നമ്മൾക്ക് തോട്ടത്ത് പോവണ്ടല്ലോ. ഇതൊക്കെ കുറച്ചായി ഈ ചീമക്കൊന്ന വെട്ടി വെച്ച് ഇതാ ചീഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നടാൻ തുടങ്ങാം കേട്ടോ. നിങ്ങളൊക്കെ നട്ടോ? എല്ലാവരും ഇഞ്ചിയൊക്കെ നട്ടോ? ഇഞ്ചിയൊക്കെ നടുന്നത് ഞാൻ പറഞ്ഞ പോലെ വിൽപ്പനക്കല്ല, ഇവിടെ വിൽപ്പനക്കാട്ടോ. ഭയങ്കരമായിട്ട് ഇഞ്ചി കൃഷിയാട്ടോ. ഇഞ്ചി കൃഷിയെടുത്ത് ഭയങ്കര പണക്കാരവരായവരൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കിത് വെറും വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒന്നിൽ നിന്ന് ഒരു പൊട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിലോ കണക്കിന് ഇഞ്ചി കിട്ടും. അങ്ങനെ ഞാൻ പോട്ടി മിക്സൊക്കെ നിറച്ച് വെച്ച് എല്ലാം റെഡിയായി. ഞാൻ ഇഞ്ചി നടാൻ പോകുക കേട്ടോ. ഇഞ്ചി നടലൊരു ഭാഗ്യം പോലെയാണ് കേട്ടോ. ഈ പ്രദേശത്ത് കുറേ ആൾക്കാർ കൊടകിലൊക്കെ പോയിട്ട് ഇഞ്ചി നട്ട്, കർണാടകയിലൊക്കെ പോയിട്ട് കോടിക്കണക്കിന് പൈസയൊക്കെ ലാഭം ഉണ്ടാവും. ചില കൊല്ലം അത്രക്കും നഷ്ടം ഉണ്ടാവും. ഇതൊരു ഭാഗ്യം പോലെയാണ്. ഒരു ഇഞ്ചിക്ക് ഭയങ്കര ഇഞ്ചിത്തോട്ടത്തിലെ ഒരു ഇഞ്ചി കൃഷിയിൽ ഒരു ഇഞ്ചിക്ക് കേട് വന്നാൽ മതി, ക്യാൻസർ രോഗം പോലെ. പിന്നെ അതങ്ങോട്ടേക്ക് അതൊക്കെ മൊത്തം അങ്ങോട്ട് പോകും, ചിലവായതും പോവും, ഒന്നും കിട്ടൂല. അങ്ങനെയുണ്ട്. അതൊരു ഭാഗ്യം പോലെയാണ്, ഒരു പരീക്ഷ. നമ്മളത് പിന്നെ കുഞ്ഞ് കൃഷിക്ക് വേണ്ടി അല്ല കൃഷിക്കല്ല, നമ്മളെ വീട്ടാവശ്യത്തിന് ഞാൻ നടാൻ പോകും കേട്ടോ. ഒന്ന് ചെറിയ ഒരു കുയ്യ് ഇങ്ങനെ കുയ്ക്കൂ, എടുത്ത് ഇവിടെ വെക്കുക കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ കൃഷി ചെയ്യും പോലെ എൻ്റെ പ്രിയപ്പെട്ടവർ എത്രയോ ആൾ ഇതൊന്നും അമർത്തി വെച്ചാൽ മതി, വലിയ ഇതൊന്നുമില്ല. ഒന്ന് കുഴിച്ചിട്ട് ഞാൻ നടുപോലെ നടുന്ന പ്രിയപ്പെട്ടവർ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും ഉഷാറായിട്ട് കൃഷി ഉണ്ടാവട്ടെ. ഇനി അതിൻ്റെ മേലെ കുറച്ച് കരിയില കമ്പോസ്റ്റ്. അതിൻ്റെ മേലെ ഇഞ്ചിക്കെപ്പം വളം വേണം കേട്ടോ. നന്നായിട്ട് ഇടയ്ക്കൊക്കെ മരുന്നടിക്കണം. ഇതിന് എന്തെങ്കിലും കേട് വരുന്നോ മഞ്ഞളിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം മരുന്നടിക്കാനൊക്കെ. അങ്ങോട്ട് കൊടുക്കുക. ഇതിന് പടരും. അങ്ങനെ ഒരു കമ്പായിരിക്കും നിങ്ങൾ ഫസ്റ്റിൽ കാണുക. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ തുരുതുരോ ചുറ്റും കമ്പുണ്ടാവും. ഈ ഗ്രോ ബാഗ് നിറച്ചും ഇഞ്ചി ഉണ്ടാവും. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിലങ്ങനെ അതിപ്പോൾ ഒന്നല്ല മുളച്ചുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക്. ഇതിൽ ഈ പോട്ടിൽ ഒറ്റൊന്നേ നട്ടുള്ളൂ. ഇതിൽ ഞാൻ 2 എണ്ണം നട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ കുറച്ച് വലിപ്പമുള്ള ബാഗല്ലേ. ഇതാണ് എൻ്റെ ഇഞ്ചി കൃഷി. ഇനി ഞാൻ ഇതിൻ്റെ മേലെ പൊതട്ട് കൊടുക്കും. ഈ വളത്തിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ടാട്ടെ, എന്നിട്ട് നമുക്ക് പൊത ഇടാം. ഈ ഇഞ്ചില്ലേ ഇങ്ങനെ പരന്നിട്ടുണ്ടാവുക. നല്ല വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രോ ബാഗ് ഫുൾ ഇഞ്ചി ഉണ്ടാവും. ഒരു ഇഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് 3-4 കിലോ ഒക്കെ കിട്ടും. അങ്ങനെ ഉഷാറായി ഉണ്ടാവാനല്ലേ നമ്മൾ കൃഷി ചെയ്യുന്നത്. ഉണ്ടാവട്ടെ.
ഇതിങ്ങനെ ഇത്ര ആയത്ര മതി, ഇത്ര ഹൈറ്റ് മതി. ഇനിങ്ങനെ പരക്കല, അതിന് വിസ്താരമാണ് വേണ്ടത്. നനഞ്ഞിട്ടേ കയ്യിൽ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുള വരുന്നതും ശാഖ വരുന്നതും നിറച്ച് കട്ട പിടിച്ചുണ്ടാവുന്നതും എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കും. കാരണം നിങ്ങൾ ഇൻ്റെതുപോ ഞാൻ കൃഷി എടുക്കുമ്പോൾ എടുക്കുന്നവരാണല്ലോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പാചകവും കാണിച്ചിരുന്നു. എന്നിട്ട് കുഞ്ഞിപ്പത്തിലൊക്കെ അതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ. താങ്ക്സ്. ഇനി അതുപോലെ നിങ്ങൾ ഇഞ്ചിയൊക്കെ നടി ഞാൻ ഉണ്ടാക്കും പോലെ. ഇതാ എങ്ങനെയുണ്ട് എൻ്റെ ഇഞ്ചി കൃഷി? നിങ്ങളിങ്ങനെയാണോ നടുന്നത്? ഇഞ്ചിക്ക് നല്ലോണം ശുശ്രൂഷ, നല്ല നോട്ടം വേണം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു ഗ്രോ ബാഗിലെങ്കിലും ഇഞ്ചി, പിന്നെ കറിവേപ്പില, പുതിന, പിന്നെ ആഫ്രിക്ക മല്ലിച്ചപ്പ്, രമ്പയില ഒക്കെ ഇങ്ങനെ വരിയിലൊരു വീടിനൊരു സൈഡിൽ നട്ടുപിടിപ്പിക്കണം. എന്നാൽ നമുക്ക് ആവശ്യം രാത്രി ആ ചിക്കൻ കൊണ്ടുവരുന്ന വെച്ചാൽ നമുക്ക് ഇഞ്ചി കോടണ്ടേ. അപ്പോൾ പാമ്പ് നിറഞ്ഞിക്കുന്ന സമയം. അപ്പോൾ നട്ട് കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇഞ്ചി കൃഷി എടുത്ത് കഴിഞ്ഞു. ഒന്ന് മാത്രമേ നിങ്ങൾക്ക് സാമ്പിളിന് കാണിച്ചുള്ളൂ, ബാക്കി ഞാൻ തോട്ടത്തിലാണ്. എൻ്റെ ഗ്രോ ബാഗിൽ അടിപൊളിയായിട്ട് ഇത്രേ വേണ്ടു. ഇനി ഞാൻ മഴയത്തങ്ങ് വെക്കും. ഇനി നനയ്ക്കൊന്നും വേണ്ട, മഴക്കാലം നല്ല സുഖമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട് പറയുന്നത്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടം തന്നെ. എൻ്റെ ബോഗൺവില്ലയൊക്കെ കണ്ടിട്ടാണ്. എൻ്റെ ബോഗൺവില്ലേൻ്റെ നടിയിലും എല്ലാം ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അതൊരുവിധ ആൾക്കാരൊക്കെ കണ്ടതാണ്. അപ്പോൾ ഈ ജൂൺ മാസമാണ്, ജൂൺ മാസം ഒപ്പം കഴിയൂ. നല്ല ടൈമാണ് ബോഗൺവില്ലയൊക്കെ നടേണ്ടത് കേട്ടോ. ഒരു കമ്പ് ആരും വെച്ചാൽ തരും. എൻ്റെ അടുത്ത് വന്നാൽ ഇഷ്ടം പോലെ ഞാൻ കൊടുക്കും. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എന്നോട് ഒരു ബോഗൺവില്ലേൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടാത്ത ഒരു അധ്യാപകനാണ്. ആ സ്കൂളിലേക്ക് മതിലിൻ്റെ സൈഡിലൂടെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കമ്പ് തരുമോ? എനിക്കത് കേട്ടോ ഭയങ്കര ഇഷ്ടമായി. ഞാനൊരു അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ ഒരു അധ്യാപകൻ ആ സ്കൂളിന് വേണ്ടി ചോദിച്ചതല്ലേ. അപ്പോൾ ഞാൻ ആ അധ്യാപകനോട് പറയാൻ പോകുന്നത്, ഇവിടെ വന്നാൽ ഞാൻ ഇഷ്ടം പോലെ തരും. ഏത് കളറാണെങ്കിലും കുറേ കട്ട് ചെയ്ത് ഞാൻ തരും കേട്ടോ. എന്നോട് ആരും എന്നോട് കൊറിയർ അയക്കലും പറയരുത്, അതെനിക്ക് പ്രയാസമാണ്. വന്നാൽ ഞാൻ തരും. അപ്പോൾ ഞാൻ 2 എണ്ണം നടുന്നതേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ ഗ്രോ ബാഗ്. ഞാൻ ഇതെല്ലാം നടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചാൽ വീഡിയോ അങ്ങ് നീണ്ടു പോകും. അപ്പോൾ ഞാൻ 2 എണ്ണം കാണിച്ച് ഇങ്ങനെയാണ് നടുന്നതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ നിങ്ങൾക്ക് സംശയമുണ്ടോ, ഇഞ്ചി എനിക്കില്ലല്ലോ, വിത്ത് എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ ചോദിക്കൂ കേട്ടോ. അത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഉണ്ടല്ലേ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ വിൽക്കുന്നിടത്തു, പച്ചക്കറി കടയിലൊക്കെ നല്ല ഇഞ്ചി ഉണ്ടാവും. അതിനൊരു 1/2 കിലോ അങ്ങോട്ട് വാങ്ങിയാൽ മതി. എന്നിട്ട് നട്ടാലും ഉണ്ടാവും. അങ്ങനെ നട്ടാലൊക്കെ നട്ടുപിടിപ്പിച്ചാലൊക്കെ ഉണ്ടാവും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു ഇഞ്ചി വാങ്ങിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പീസാക്കിയാൽ മതി കേട്ടോ. ഒരു ഇഞ്ചി വാങ്ങി ഇങ്ങനെ പീസാക്കിയാൽ മതി. നട്ടാൽ ഇതിനൊരു പ്രത്യേക ടൈമൊന്നുമില്ല, നനക്കാൻ കഴിയുകയാണെങ്കിൽ ഏത് സമയത്തും നടാം. അപ്പോൾ എൻ്റെ ഇഞ്ചി നടീൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.